മിഡിൽ ഈസ്റ്റിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടി വരികയാണ്. ഈ ഒരു അവസ്ഥയിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമാണ്: കാര്യങ്ങൾ ഇറാന്റെ മുകളിൽ ഒരു അറ്റാക്കിലേക്ക് പോയാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുമോ? നിങ്ങളുടെ സേവിങ്സ് മുഴുവൻ വൈപ്പ് ഔട്ട് ആകുമോ? അതിനുള്ള ഉത്തരം സിമ്പിളായിട്ട് യെസ് എന്നോ നോ എന്നോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ക്രൈസിസ് ഒരുപക്ഷെ മാർക്കറ്റിനെ ചേഞ്ച് ചെയ്തേക്കാം. പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്: ഇൻവെസ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതും ഈ ക്രൈസിസ് തന്നെയാണ്. ന്യൂസ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുക. അതാണ് നിങ്ങളുടെ ജോലി. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇത് നിങ്ങളുടെ പണത്തെ എങ്ങനെ ബാധിക്കും, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നേരിടുന്ന 3 വലിയ റിസ്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കറക്റ്റ് സ്റ്റെപ്പുകളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒറ്റ രാത്രി കൊണ്ട് ലോകം മാറിയാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്താകും? വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു ടെൻഷൻ ഇന്ത്യയിലുള്ള നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെ പിടിച്ചു കുലുക്കും എന്ന് മനസ്സിലാക്കാൻ അതുണ്ടാക്കുന്ന ഒരു ചെയിൻ റിയാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് 3 സ്റ്റെപ്പുള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആണ്: ഓയിൽ, റുപ്പീസ്, പിന്നെ ഇൻഫ്ലേഷൻ. ആദ്യം തന്നെ ഓയിൽ. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഏരിയയുടെ തൊട്ടടുത്താണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ കടൽ വഴി. ഓയിലിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴിയാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം 5/1 എല്ലാ ദിവസവും ഈ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഒരു മിലിറ്ററി ആക്ഷൻ ഉണ്ടായാൽ അത് ഓയിൽ സപ്ലൈയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയിൽ വാർ ഇല്ലെങ്കിലും ഓയിൽ ബില്ല് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇതെന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു പ്രശ്നമാകുന്നത്? കാരണം ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ ഉപഭോക്താക്കളിൽ ഒരാളാണ് ഇന്ത്യ. നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ 85% കൂടുതലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ എക്കണോമി റൺ ചെയ്യുന്നത് തന്നെ ഒരു ഇമ്പോർട്ടഡ് ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് ഏകദേശം $69 ട്രേഡ് നടക്കുന്നത്. ഒരു വലിയ കോൺഫ്ലിക്ട് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടായാൽ ഒറ്റ രാത്രി കൊണ്ട് ഓയിൽ പ്രൈസ് ബാരലിന് $10 മുതൽ $15 വരെ കൂടാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ കണ്ണിയായിട്ടുള്ള ഇന്ത്യൻ രൂപയിലേക്ക് എത്തിക്കുന്നത്. ഓയിൽ വില കൂടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട് ബിൽ വളരെ കൂടുതലാവും. ഈ വില കൂടിയ ഓയിൽ വാങ്ങാൻ നമ്മൾ കൂടുതൽ $US വാങ്ങേണ്ടി വരും. ഇത് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും കളിയാണ്. ഡോളറിന് ഡിമാൻഡ് കൂടുമ്പോൾ രൂപയുടെ വാല്യൂ കുറയും. ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഡോളറിന് ഏകദേശം 90.5 രൂപയാണ്. ഒരു ഫുൾ സ്കെയിൽ ക്രൈസിസ് രൂപയെ ഇതിലും വീക്കാക്കിയത്. ഡോളർ സ്ട്രോങ് ആകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വീക്ക് ആകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രൂപയുടെ വാല്യൂ കുറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും വില കൂട്ടാൻ കാരണമാകും. ഇത് നമ്മളെ 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇൻഫ്ലേഷനിലേക്കും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പാനിക്കിലേക്കും കൊണ്ടുപോകും. വീക്കായിട്ടുള്ള രൂപയും ഉയർന്ന ഓയിൽ വിലയും ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കൂട്ടും. ഇവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന് നേരിട്ട് അടി കിട്ടുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അതായത് FPI, മാർക്കറ്റിനെ മൂവ് ചെയ്യുന്ന വലിയൊരു പ്ലെയർ ആണ്. ഗ്രോത്തും സ്റ്റെബിലിറ്റിയും പ്രതീക്ഷിച്ചാണ് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൂടി വരുന്ന ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, അവരുടെ ഡോളർ റിട്ടേൺസിനെ ബാധിക്കുന്ന രൂപയുടെ ഇടിവ്, ഉയർന്ന ഇൻഫ്ലേഷൻ ഭീഷണി, ഇവയൊക്കെ കാണുമ്പോൾ അവർക്കും ഭയമുണ്ടാവും. അവരുടെ ആദ്യത്തെ ചിന്ത ഇന്ത്യയെ പോലെ ഒരു റിസ്കി മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിച്ച് US ഗവൺമെന്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള സേഫ് ഹെവനുകളിലേക്ക് മാറ്റുക എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും 3 മാസം വലിയ സെല്ലിംഗിന് ശേഷം ഫെബ്രുവരി ആദ്യവാരം ഏകദേശം 8100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് FPI മാർക്കറ്റിലേക്ക് തിരികെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പുതിയ ക്രൈസിസ് വന്നാൽ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് പെട്ടെന്ന് തന്നെ തകിടം മറിയും. അത് നിഫ്റ്റിയിലും സെൻസെക്സിലും വലിയ സെല്ലിംഗ് പ്രഷറിന് കാരണമായേക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു ചെയിൻ റിയാക്ഷൻ ഇങ്ങനെയാണ്: കോൺഫ്ലിക്ട് ഓയിൽ വില കൂട്ടുന്നു, വില കൂടിയ ഓയിൽ വില രൂപയെ വീക്കാക്കുന്നു, വീക്കായ രൂപയും ഉയർന്ന ഓയിൽ വിലയും ഇൻഫ്ലേഷൻ ഉണ്ടാക്കി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്നു. അവർ ഇന്ത്യൻ സ്റ്റോക്സ് വിൽക്കുന്നു, മാർക്കറ്റ് താഴേക്ക് പതിക്കും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നമ്മളെ പോലെ ഒരു പാട്രിയോട്ടിസമോ അല്ലെങ്കിൽ രാജ്യസ്നേഹമോ ഒന്നും ഉണ്ടാവില്ല. അവര് പ്രോഫിറ്റബിൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ എത്രയും പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റ് വിട്ടുപോകാൻ തന്നെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഈ ചെയിൻ റിയാക്ഷൻ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെയാണ് ബാധിക്കുക? ഒരു ക്രൈസിസ് വരുമ്പോൾ എല്ലാ സ്റ്റോക്കുകളും ഒരുപോലെയല്ല. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റോക്ക് ഏതാണ്, അല്ലെങ്കിൽ ഹീറോ ആരാണ്, വില്ലൻ ആരാണ്? ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പണം സേവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ലൂസേഴ്സ് ആരാണ് എന്ന് നോക്കാം. ഉയർന്ന ഓയിൽ വില കാരണം വലിയ അടി കിട്ടാൻ പോകുന്ന സെക്ടറുകളാണ് ലൂസേഴ്സ്. ഒന്നാമത്തേത് ഏവിയേഷൻ സെക്ടറാണ്. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് പോലെയുള്ള എയർലൈൻസിന് ഏവിയേഷൻ ഫ്യൂൽ ഒരു വലിയ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഓയിൽ വില പെട്ടെന്ന് കൂടിയാൽ അത് അവരുടെ പ്രോഫിറ്റ് മുഴുവൻ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട്. രണ്ടാമത് പെയിന്റ്, ടയേഴ്സ്, കെമിക്കൽസ് ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ്. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ്സ്, പ്രമുഖ ടയർ കമ്പനികൾ എന്നിവർക്കെല്ലാം ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവ്സ് ആണ് പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ. ചില കമ്പനികളുടെ കോസ്റ്റ് പകുതിയോളം ഈ ഒരു റോ മെറ്റീരിയൽസിനാണ് ചെലവഴിക്കുന്നത്.
ശ്രമിക്കുന്നത്. ഹയർ ഓയിൽ പ്രൈസ് എന്നാൽ ലോവർ പ്രോഫിറ്റ് ആണ്. അത്ര സിമ്പിൾ ആണ് കാര്യം. തീർച്ചയായിട്ടും അവരെയും ഓയിൽ പ്രൈസ് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. മൂന്നാമത്തേത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ്. ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നാം BPCL, HPCL പോലുള്ള കമ്പനികൾക്കും നഷ്ടം വന്നേക്കാമോ എന്നുള്ളത്. അവർ ക്രൂഡ് ഓയിൽ വാങ്ങി നമുക്ക് പെട്രോളും ഡീസലുമായിട്ട് വിൽക്കുന്നു. ഗവൺമെന്റിന്റെ പ്രഷർ കാരണം വിലക്കയറ്റം മുഴുവനായിട്ട് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മാർജിൻ കുറയുകയും ചെയ്യും. തീർച്ചയായിട്ടും അവർക്കും അത്തരത്തിലൊരു ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാലാമത് ഓട്ടോ സെക്ടർ. പെട്രോളിനും ഡീസലിനും വില കുതിച്ചു കയറുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. അവർ പുതിയ കാറുകളും ബൈക്കുകളും വാങ്ങുന്നത് തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കും. ഇത് മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികളുടെ സെയിൽസിനെ നേരിട്ട് ബാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു ഇഷ്യൂ കാരണം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ ആരൊക്കെയാണ്, വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ക്രൈസിസിലും ചില സെക്ടറുകൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു സെക്ടേഴ്സ് ആരൊക്കെയാണ്? തീർച്ചയായിട്ടും ഫിയർ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഹിഡൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളത് കണ്ടുപിടിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ സ്മാർട്ട്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും ഇരിക്കുന്നത്. ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വിന്നേഴ്സ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആണ്. ONGC, ഓയിൽ ഇന്ത്യ പോലുള്ള എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയിൽ നിന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. അവരുടെ റവന്യൂ ഓയിൽ പ്രൈസുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് വില കൂടുമ്പോൾ അവരുടെ വരുമാനം കൂടുകയും ചെയ്യും. രണ്ടാമത്തെ വിന്നർ ഒരു ക്ലാസിക് സേഫ് ഹവൻ ആയിട്ടുള്ള ഗോൾഡ് ആണ്. യുദ്ധം, അനിശ്ചിതത്വം, മാർക്കറ്റ് പാനിക് ഇതുപോലെയുള്ള സമയങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിന്റെ ആ ഒരു സേഫ്റ്റിയിലേക്ക് വരും. ഇത്തരം കോൺഫ്ലിക്റ്റ് സമയങ്ങളിൽ ഗോൾഡ് പ്രൈസ് ഒരു പുതിയ ഹൈ ലെവലിൽ എത്താറുണ്ട്. വാർ ടൈമിലെ സിമ്പിൾ ലോജിക്ക് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പൊട്ടൻഷ്യൽ വിന്നർ ഡിഫൻസ് സെക്ടർ ആണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടുമ്പോൾ പലപ്പോഴും രാജ്യങ്ങൾ ഡിഫൻസിനും മോഡേണൈസേഷനും വേണ്ടി കൂടുതൽ ഗവൺമെന്റ് സ്പെൻഡ് നടത്താറുണ്ട്. ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് പോലെയുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് നല്ല ബൂസ്റ്റ് കൊടുത്തേക്കും. ഉയർന്ന ഓയിൽ വില ഒരു റിന്യൂവബിൾ എനർജിയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും. ടാറ്റ പവർ പോലെയുള്ള സോളാർ ആൻഡ് വിൻഡ്, EV ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ഡിഫൻസ് കമ്പനികൾക്ക് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണ്. അത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റിയ ഒരു സമയമായിട്ട് കാണേണ്ടതുണ്ട്. നിങ്ങളുടെ ഒരു 5 സ്റ്റെപ്പ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് പ്ലാൻ എന്തായിരിക്കണം എന്നുകൂടി നമുക്ക് നോക്കിപ്പോവാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്. ന്യൂസ് ഹെഡ്ലൈനുകൾ നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ പാനിക് ആകുന്നത് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മോശം ഫിനാൻഷ്യൽ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വോളറ്റാലിറ്റിയെ നേരിടാനുള്ള ഒരു ക്ലിയർ 5 സ്റ്റെപ്പ് പ്ലാൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് പാനിക്കായിട്ട് സെല്ല് ചെയ്യരുത് എന്നുള്ളതാണ്. പേടിപ്പിക്കുന്ന ഹെഡ്ലൈൻസുകളിൽ മാർക്കറ്റ് വീഴുന്നതും പിന്നെ അതിലും വേഗത്തിൽ തിരിച്ചു കയറി വരുന്നതും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. നിഫ്റ്റി 25,900 മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴായിട്ട് ഈ കഴിഞ്ഞ വീക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഓയിൽ സെൻസിറ്റിവിറ്റി റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം പോർട്ട്ഫോളിയോയുടെ ഒരു ഫിനാൻഷ്യൽ ഡോക്ടർ ആവാനുള്ള സമയമാണിത്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് തുറന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുക. നമ്മൾ സംസാരിച്ച ഹൈ റിസ്ക് അല്ലെങ്കിൽ ലൂസർ സെക്ടറുകളിൽ നിങ്ങളുടെ പണത്തിന്റെ എത്ര ശതമാനമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഏവിയേഷൻ, പെയിന്റ് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റോക്കുകളിൽ ഓവർ ഇൻവെസ്റ്റഡ് ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഉടനെ പാനിക് സെൽ ചെയ്യണം എന്നല്ല. നിങ്ങളുടെ റിസ്ക് എത്രയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാനാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 60 to 70% ഉയർന്ന ഓയിൽ വില കാരണം നേരിട്ട് ബാധിക്കപ്പെടുന്ന സ്റ്റോക്കുകളിലാണെങ്കിൽ ഒരു ക്രൈസിസിൽ നിങ്ങൾ കൂടുതൽ വൾണറബിൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ബൈ ഇൻ ദ ഡിപ്പ് സ്ട്രാറ്റജി ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ബൈ ദ ഡിപ്പ് എന്ന് പറയും, പക്ഷേ മിക്ക ആൾക്കാർക്കും തെറ്റുപറ്റാറുണ്ട്. വീണതെന്തും കണ്ണടച്ച് വാങ്ങുന്നതല്ല ഇത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു 10 to 15 മികച്ച ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു വാച്ച് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. സ്ട്രോങ് ബാലൻസ് ഷീറ്റുകൾ, നല്ല മാനേജ്മെന്റ്, ലോങ് ടൈം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇതൊക്കെയുള്ള കമ്പനികൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മികച്ച കമ്പനികളെ ഒരു 50 to 20% ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കഴിയും. ഇങ്ങനെയാണ് ഡിപ്പുകളിൽ റിയൽ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ വീഴുന്ന കത്തി ഇങ്ങനെ ചാടി പിടിക്കുകയല്ല, നിങ്ങൾ ക്വാളിറ്റി ഉള്ളവ വിലക്കുറവിൽ വാങ്ങുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഗോൾഡ് വെച്ച് ഒരു ക്രൈസിസ് ഹെഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾ കരുതണം. ഉയർന്ന അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ ഗോൾഡ് മിക്കവാറും എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കാണാൻ കഴിയും. അത് അൾട്ടിമേറ്റ് സേഫ് ഹവനായിട്ട് നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പിക്കാനും പറ്റും. നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5 to 10% വരെ ഗോൾഡിനായിട്ട് ഒരു അലോക്കേഷൻ വെക്കുന്നത് ഒരു നല്ല ഹെൽത്തി പോർട്ട്ഫോളിയോയുടെ ലക്ഷണമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയ വീഴ്ചകളിൽ നിന്ന് അത് നിങ്ങളെ പ്രൊട്ടക്ട്
അട്രാക്ട് ചെയ്യും. ഫിസിക്കൽ ഗോൾഡ് തന്നെ വാങ്ങണമെന്നില്ല. ഗോൾഡ് ETF വഴിയൊക്കെ നിങ്ങൾക്ക് വലിയ അലോക്കേഷൻ സ്റ്റെബിലൈസർ ആയിട്ട് ഗോൾഡ് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് തരികയും ചെയ്യും. ഇനി 5ാമത്തെ സ്റ്റെപ്പ് ഇൻഫോംഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓവർലോഡഡ് ആകരുത്. ഒരു ക്രൈസിസ് സമയത്ത് നിങ്ങൾ ഇൻഫർമേഷനെയും നോയ്സിനെയും കൃത്യമായിട്ട് വേർതിരിച്ചറിയണം. ശരിക്കും പ്രാധാന്യമുള്ള ഡാറ്റയിൽ ഫോക്കസ് ചെയ്യുക. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡാറ്റ ട്രാക്ക് ചെയ്യുക. രൂപയുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനൗൺസ്മെന്റുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം അടുത്തിടെ അനൗൺസ് ചെയ്ത ഇന്ത്യ-US ട്രേഡ് ഡീലിന്റെ ഫ്രെയിംവർക്ക് പോലെയുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സും പരിഗണിക്കും. അപ്പോൾ അത് നമ്മളുടെ എക്സ്പേർട്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റാമയെ ബേസ് ചെയ്തല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡാറ്റയെ ബേസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് നടക്കാം. ഒരു ഇറാൻ അറ്റാക്ക് നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായാൽ അത് നിങ്ങളുടെ ഇന്ത്യൻ സ്റ്റോക്കുകളെ ക്രാഷ് ആക്കുമോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് തീർച്ചയായിട്ടും ഒരു ഷോക്ക് ഉണ്ടാക്കിയേക്കും. ഒരു ഷോർട്ട് ടേം വോളറ്റാലിറ്റിയിലേക്ക് നയിച്ചേക്കാം. കൂടിയ ഓയിൽ വില, ഇടിയുന്ന രൂപ, FPI ഔട്ട്ഫ്ലോ, ഇവിടെ ഒരു ചെയിൻ റിയാക്ഷൻ ഒരു റിയൽ ത്രെട്ട് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഷോർട്ട് ടേം ഷോക്ക് ഒരു ലോങ് ടേം ക്രാഷിന് തുല്യമായിരിക്കില്ല. ഇന്ത്യൻ എക്കണോമിയും നമ്മുടെ മാർക്കറ്റുകളും വളരെ റെസിലിയന്റ് ആണ്. കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ വോളറ്റാലിറ്റി ഒരു ഭീഷണിയായിരിക്കും. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർക്ക് മാറ്റാനും കഴിയും. ന്യൂസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നതല്ല നിങ്ങളുടെ ജോലി, അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ ഓർക്കുക, പാനിക് സെറ്റ് ചെയ്യരുത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഓയിൽ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കുക. വാങ്ങാനുള്ള അവസരങ്ങൾക്കായിട്ട് ഒരു വാച്ച് ലിസ്റ്റ് റെഡിയാക്കുക. ഗോൾഡ് ഒരു ഹെഡ്ജ് ആയിട്ട് ഉപയോഗിക്കുക. ഡേറ്റയിൽ ഫോക്കസ് ചെയ്യുക, നോയ്സിൽ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ഈ ഒരു ഫ്രെയിംവർക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു പ്രതിസന്ധിയെ നിങ്ങൾ സർവൈവ് ചെയ്യുക മാത്രമല്ല, അതിൽ നിന്ന് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പുറത്തു വരാനും കഴിയും. അപ്പം ഇതുപോലെയുള്ള ഷോക്കുകളെ അതിജീവിക്കാൻ പറ്റുന്ന ഓൾ വെതർ പോർട്ട്ഫോളിയോ തയ്യാറാക്കിയെടുക്കുക. അത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾ നൽകി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.